വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും കർത്താവെ അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ. എല്ലാം അങ്ങയുടെ മഹത്വത്തിനായി തീരണമേ. ആമേൻ. ഇനി നമുക്ക് നമ്മുടെ ബൈബിൾ സ്റ്റഡിയിലേക്ക് കടക്കാം. നിങ്ങൾ അത് ബൈബിൾ തുറന്നിരിക്കുകയാണെങ്കിൽ അത് വളരെ സഹായമായിരിക്കും. അന്നേരം എനിക്കെല്ലാം വായിക്കേണ്ടി വരത്തില്ല. ഹീബ്രൂസ് 4, എബ്രായർ 4. എബ്രായർ 3-ാം അധ്യായം നമ്മൾ പഠിച്ചപ്പോൾ അതിൻ്റെ അവസാനം അവിശ്വാസം മൂലം മോശ മുഖാന്തരം മിസ്രൈമിൽ നിന്നും പുറപ്പെട്ട ഇസ്രയേൽ മക്കൾക്ക് കനാനിനെ സ്വസ്ഥതയിൽ കടക്കുവാൻ പറ്റിയില്ല എന്ന് നാം കണ്ടു. ഈ 4-ാം അധ്യായം തുടങ്ങുന്നതും ഈ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടും അതിനുപരി ഭയപ്പെടുക എന്ന ഒരു വാണിംഗ് നൽകിക്കൊണ്ടാണ്. ഞാൻ 1-ാം വാക്യം ഇപ്പോൾ വായിക്കുകയാണ്. അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിപ്പിച്ചിരിക്കയാൽ നിങ്ങളിലാരെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. അവരെ പോലെ നാമും സദ്വർത്താനം കേട്ടവർ ആകുന്നുവെങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കാഴിക കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. 3-ാം വാക്യത്തിൽ ആർക്കാണ് ഈ സ്വസ്ഥത കിട്ടുന്നതെന്ന് നമ്മൾ വായിക്കുന്നു. വിശ്വസിക്കുന്നവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നു. ലോകസ്ഥാപനത്തിങ്കൽ പ്രവൃത്തികൾ തീർന്നുപോയ ശേഷവും അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എൻ്റെ കോപത്തിൽ സത്യം ചെയ്തു എന്ന് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. പലതരത്തിലുള്ള സ്വസ്ഥതകളുണ്ട്. അതിൽ ആദ്യത്തേത്, 1-ാമത്തേതാണ് ഹീബ്രു 4:4 പറയുന്നത്. എബ്രായർ 4:4 വാക്യം. അത് ഞാൻ വായിക്കുകയാണ്. 7-ാം നാളിൽ ദൈവം തൻ്റെ സകല പ്രവൃത്തികളിൽ നിന്നും നിവൃത്തിയായി എന്നും 7-ാം നാളിനെ കുറിച്ച് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു. ഇവിടെ സൃഷ്ടിയുടെ അവസാനം 7-ാം ദിവസം ദൈവം സ്വസ്ഥമായിരുന്നു എന്നാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നത്. ഇത് ശബത്തിൻ്റെ സ്വസ്ഥതയാണ്. ഇത് സൃഷ്ടിപ്പിൻ്റെ സ്വസ്ഥതയാണ്. അതാണ് ആദ്യത്തെ സ്വസ്ഥത. 2-ാമത്തെ സ്വസ്ഥത ഇസ്രായേൽ മക്കൾ കനാൻ കടന്ന് കഴിഞ്ഞ് ഉള്ള സ്വസ്ഥതയാണ്. ആ മരുഭൂമിയൊക്കെ കടന്ന് കനാനിൽ ചെല്ലുമ്പോഴുള്ള സ്വസ്ഥതയാണ്. അത് സൂചിപ്പിക്കുന്നത് നമുക്ക് ഓരോ ദിവസവും ജീവിക്കുവാനുള്ള ആവശ്യമുള്ള സ്വസ്ഥതയാണ്. 3-ാമത്തെ സ്വസ്ഥത രക്ഷയുടെ സ്വസ്ഥതയാണ്. അത് നമ്മുടെ ജീവിതം യേശുവിന് സമർപ്പിക്കുന്ന സ്വസ്ഥതയാണ്. 4-ാമത് ഉള്ള സ്വസ്ഥത നിത്യമായ സ്വസ്ഥത. അത് സ്വർഗമാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ പ്രതിഫലമാണത്. 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിൻ്റെ സദ്വർത്താനം കേട്ടവർ അവിശ്വാസത്താലും അനുസരണക്കേടിനാലും നഷ്ടപ്പെടുത്തുന്ന സ്വസ്ഥതയെക്കുറിച്ച് അപ്പോസ്തലൻ എബ്രായരെ ഓർപ്പിക്കുന്നു. നമുക്ക് വീണ്ടും അപ്പോസ്തലൻ ദാവീദിൻ്റെ സങ്കീർത്തനം കോട്ട് ചെയ്തുകൊണ്ട് 7-ാം വാക്യത്തിൽ വായിക്കുന്നു. 8-ാം വാക്യത്തിൽ യേശു യോശുവയേക്കാൾ ശ്രേഷ്ഠനെന്ന് നാം വായിക്കുന്നു. യോശുവ എന്ന പേരിൻ്റെ പഴയ നിയമത്തിലെ അർത്ഥം എബ്രായ ഭാഷയിൽ രക്ഷകൻ എന്നാണ്. എന്നാൽ യോശുവയാണ് ഇസ്രയേലിയരെ കനാൻ ദേശത്ത് എത്തിച്ചത്. എന്നാൽ യേശു എന്ന പേരിൻ്റെ അർത്ഥം പുതിയ നിയമത്തിൽ ഗ്രീക്ക് ഭാഷയിൽ രക്ഷകൻ എന്നാണ്. യോശുവയിൽ കൂടി ഇസ്രായേൽ മക്കൾക്ക് അവർക്ക് ആവശ്യമുള്ള സമാധാനവും സന്തോഷവും സ്വസ്ഥതയും കൊടുക്കുവാൻ വാസ്തവത്തിൽ കഴിഞ്ഞില്ല. മനുഷ്യൻ്റെ പാപ സ്വഭാവമാണ് അതിന് കാരണം. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൽ കൂടി ആ സ്വസ്ഥത തൻ്റെ ജനത്തിന് കൊടുത്തു. ക്രിസ്തു പൂർണ്ണ മനുഷ്യനായി പൂർണ്ണ ദൈവമായി ഈ ഭൂമിയിൽ ജനിച്ചു. തൻ്റെ കുരിശിൻ മരണം മൂലം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപക്ഷമ കിട്ടും. ഈ ലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി ക്രിസ്തു കുരിശിൽ മരിച്ചു. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ആരോഹണം ചെയ്ത് ഇപ്പോഴും തൻ്റെ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. ഇങ്ങനെ എന്നത്തേക്കുമായിട്ടുള്ള സ്വസ്ഥത അഥവാ ശബത്ത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശബത്ത് എന്നുള്ള വാക്ക് ക്രിസ്തുവിൽ കൂടിയാണ് നമുക്ക് ലഭിച്ചത്. ഇതാണ് 9 മുതൽ 10 വരെയുള്ള വാക്യത്തിൽ നാം വായിക്കുന്നത്. ക്രിസ്തു തൻ്റെ കടമകൾ നിറവേറ്റി സ്വസ്ഥതയിൽ പ്രവേശിച്ചു. അതുകൊണ്ട് 11-ാം വാക്യത്തിൽ അപ്പോസ്തലൻ വളരെ ശാന്തമായി
എബ്രായരോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങളുടെ അനുസരണക്കേടും അവിശ്വാസവും കളഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വസ്ഥതയിൽ നിങ്ങൾ പ്രവേശിക്കുവാൻ ഉത്സാഹിപ്പിക്കും. ഞാൻ പലപ്പോഴും ഓർത്തു, ഈ എബ്രായർക്ക് എഴുതിയ ഈ ലേഖനം വാസ്തവത്തിൽ നമുക്ക് ഇന്ന് ഇത് 2000 വർഷം മുമ്പ് എഴുതിയ ഈ ലേഖനം ഇന്ന് നമുക്ക് എത്രയോ പ്രയോജനമാണ്. റോമർക്ക് എഴുതിയ എപ്പിസോൾ, പിന്നെ ഈ എബ്രായർ, ഇത് പഠിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ നഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാനിത് എടുക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഇത് പറഞ്ഞു മനസ്സിലാക്കാൻ വലിയ പ്രയാസമാണ്. 12 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായ് തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ജുകളെയും വിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയങ്ങളിലെ ചിന്തനകളെയും ഭാവങ്ങളെയും വിവേചിപ്പിക്കുന്നതും ആകുന്നു. 13-ാം വാക്യം, അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലതും അവൻ്റെ കണ്ണിന് നഗ്നവും മലർന്നതും ആയി കിടക്കുന്നു, അവനുമായി ആകുന്നു നമുക്ക് കാര്യമുള്ളത്. ഇവിടെ ദൈവവചനം എന്ന് പറയുന്നത് എഴുതപ്പെട്ട വചനമാണ്. ഇതിനെക്കുറിച്ച് 2 പീറ്റർ 1:21 നാം വായിക്കുന്നുണ്ട്. ഈ വചനം ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മാ നിയോഗം പ്രാപിച്ച് എഴുതപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഇത് ഹോളി ബൈബിൾ അഥവാ പരിശുദ്ധ വേദപുസ്തകം എന്നറിയപ്പെടുന്നത്. 1500 വർഷം കൊണ്ട് 45 വ്യത്യാസ ലേഖകന്മാർ, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നവർ പോലും ആയിരുന്നില്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടിട്ട് ഇല്ലാത്തവരായിരുന്നു ചിലരൊക്കെ. എങ്കിലും ഇത്ര ശ്രേഷ്ഠമായൊരു പുസ്തകമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഈ 12-ാം വാക്യം നമുക്ക് പലർക്കും ചെറുപ്പം മുതൽ കാണാതെ പഠിച്ചൊരു വാക്യമാണ്. ഗ്രീക്കിൽ ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് എനർജിസ് എന്നാണ്. ഒരു മനുഷ്യന് ചൈതന്യം നൽകുന്നതാണ് ഈ വചനം. ദൈവവചനം ധ്യാനിക്കുന്നവൻ എങ്ങനെയുള്ളവനായിരിക്കും? അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക സമയത്ത് ഫലം കായ്ക്കുന്നതും വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ദൈവവചനം നമ്മെ ശക്തീകരിക്കുന്നു. ദൈവവചനം ശ്രദ്ധിക്കുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിൽ കൂടി ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷ മനുഷ്യൻ മനസ്സിലാക്കുന്നു. അതുമൂലം ക്രിസ്തീയ ജീവിതം, ക്രിസ്തീയ വിശ്വാസം നാം അനുഭവിക്കുന്നു. പ്രാർത്ഥനയിൽ കൂടി ആ ക്രിസ്തീയ വിശ്വാസം ശക്തീകരിക്കപ്പെടുന്നു. മൂന്നാമതായിട്ട് നാം കാണുന്നത് ദൈവവചനം ഇരുവായ് തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയത് ആണെന്ന്. ഇരുവായ് തലയുള്ള വാൾ സൂചിപ്പിക്കുന്നത് ദൈവവചനത്തിൻ്റെ ശക്തിയാണ്, പവർ. തിരുവചന സുരക്ഷയാണ്, പ്രൊട്ടക്ഷൻ, അതോറിറ്റി, സ്ഥാനം. ദൈവവചനത്തിൻ്റെ ബലം, സ്ട്രെങ്ത്. ദൈവവചനത്തിൻ്റെ കറേജ്, ധൈര്യം. യെരമ്യാ പറയുന്നു, ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും ആരാഞ്ഞറിയുന്നവൻ ആർ. ശരിയാണ്. ഈ മനുഷ്യൻ്റെ ഹൃദയം അറിയുന്നതിനും അത് മാറ്റുന്നതിനും ദൈവവചനത്തിന് മാത്രമേ പറ്റുകയുള്ളൂ. വചനം ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് കടന്ന് യഥാർത്ഥ അവസ്ഥ മനുഷ്യനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. നാലാമത് ഈ വചനം എന്താണ് ചെയ്യുന്നത്? ഈ വചനം പ്രാണനും ആത്മാവും തമ്മിൽ വിഭജിപ്പിക്കുവാൻ ദൈവവചനത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. പ്രാണനും ദേഹിയും എന്ന് നമ്മൾ പറയുമ്പോൾ അത് മനുഷ്യൻ്റെ മാനുഷിക ബോധമാണ്. എന്നാൽ ആത്മാവ് ദൈവബോധത്തിൻ്റെ പ്രതീകമാണ്. അതായത് വീണ്ടും ജനനം പ്രാപിച്ച ഒരു മനുഷ്യനെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അഞ്ചാമതായിട്ട് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് സദ്യമജ്ജകളെ വേർതിരിക്കും വരെ തുളച്ചു ചെല്ലുന്നു, ജോയിൻസ് ആൻഡ് മാരോ. എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ക്യാൻസർ വന്നപ്പോൾ സ്വന്തം മകൻ്റെ ബോൺ മാരോ എടുത്ത് ട്രാൻസ്ഫർ ചെയ്ത് എൻ്റെ ഫ്രണ്ടിന് സൗഖ്യം കിട്ടി. അപ്പോൾ നമുക്കറിയാമല്ലോ ഈ മജ്ജയെക്കുറിച്ച്. നിങ്ങൾക്ക് മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന പലർക്കും അറിയാമല്ലോ. ദൈവവചനത്തിന് നമ്മുടെ ശരീരത്തിലെ ആഴത്തിലേക്ക് കടന്നു എന്ന് നമ്മുടെ തെറ്റുകളെയും നമ്മൾ നടക്കേണ്ട വഴികളെയും നമുക്ക് കാണിച്ചു തരും. സാത്താൻ നമ്മളെ എപ്പോഴും കുറ്റം വിധിക്കുവാനാണ് നോക്കുന്നത്. എന്നാൽ ദൈവവചനം നമ്മെ ജീവന്റെ പാതയിലേക്ക് നടത്തും. ക്രിസ്തു ലേവ്യ പുരോഹിതന്മാരെക്കാൾ ശ്രേഷ്ഠനാകുന്നു എന്ന് നാം വായിക്കുന്നു. ഈ എബ്രായ വിശ്വാസികൾ ലേവ്യ വ്യവസ്ഥ പ്രകാരമുള്ള പൗരോഹിത്യത്തെ വളരെ പ്രാധാന്യം കൊടുക്കുന്നവരായിരുന്നു. 14-ാം വാക്യം നമുക്ക് വായിക്കാം. ആകയാൽ ദൈവപുത്രനായ യേശു
ആകാശത്തിൽ കൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളതുകൊണ്ട് നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളാം. കർത്താവായ യേശുക്രിസ്തുവാണ് വിശ്വാസികളുടെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ. യേശു യഹൂദ ഗോത്രത്തിൻ്റെ രാജവംശത്തിൽ ജനിച്ചു. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായി ഒരു പ്രവാചകനായി വന്നു. എന്നാൽ നമ്മെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രതിനിധീകരിക്കുന്ന ഒരു പുരോഹിതനായി യേശു സ്വർഗത്തിലേക്ക് കയറി. ഈ കൃപായുഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന ആ യേശു, നമുക്ക് 15 വാക്യം വായിക്കാം. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴിയെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്ക് ഉള്ളത്. 16 വാക്യം കൂടി വായിക്കാം. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. നാം കടന്നു പോകുന്ന എല്ലാ പരീക്ഷകളും ക്രിസ്തുവിന് അപരിചിതമല്ല. ഇതെല്ലാം ക്രിസ്തുവിന് നല്ലതുപോലെ അറിയാം. കാരണം യേശു ക്രിസ്തു ഒരു പൂർണ്ണ മനുഷ്യനായി ഈ ലോകത്തിൽ ജീവിച്ചു. മരുഭൂമിയിൽ വെച്ച് വളരെ ശക്തമായി യേശു പരീക്ഷിക്കപ്പെട്ടു. നാം ഇപ്പോൾ കടന്നു പോകുന്ന ഈ സമയം, ഈ പ്രയാസം, ഇതെല്ലാം ദൈവം മനസ്സിലാക്കുന്നുണ്ട്. ഒരു മഹാപുരോഹിതനാണ് നമുക്കുള്ളത്. അതുകൊണ്ട് വീഴ്ചകൾ, ബലഹീനതകളൊക്കെ ദൈവത്തിന് നല്ലപോലെ മനസ്സിലാകും. ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുവാൻ നമുക്ക് ക്രിസ്തുവിൽ കൂടി പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അനുതാപ ഹൃദയത്തോടെ കർത്താവിൻ്റെ കരുണയ്ക്കായും കൃപയ്ക്കായും സഹായത്തിനായും കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് വ്യക്തികളായിട്ട്, കുടുംബമായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. അതിന് ദൈവം നമ്മെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഹീബ്രൂസ് 4 വളരെ ചുരുക്കമായിട്ട് ഞാനിവിടെ നിർത്തുന്നു. പ്രൈസ് ഗോഡ്. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.